JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ആംബുലൻസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. 2. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. 3. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. 4. ശ്രീമൂലം പ്രജാസഭയിൽ 1921-ലും 1931-ലും 1931-ലും അംഗമായി. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 3 മാത്രം, ഓപ്ഷൻ സി 3-ഉം 4-ഉം മാത്രം, ഓപ്ഷൻ ഡി 1, 3, 4. ഏതാണ് ശരി ഉത്തരം? 3 മാത്രം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? 3-മത്തെ മാത്രമാണ്. ഏതാണ്? യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി കണ്ടെത്തുക. ഒരു സൈഡില് ഒരു കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറു സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1-മത്തെ മൂഷക വംശ കാവ്യം അതുലൻ. 2-മത്തെ തുഹഫ്തൂർ മുജാഹിദീൻ മുക്തി തങ്ങള്. 3-മത്തെ കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട്. 4 കേരള സിംഹം CV രാമൻപിള്ള. ശരിയായ ജോഡി ഇതിന്റെ അകത്ത് ഈ 4-എണ്ണത്തിനകത്ത് ഏതാണുള്ളത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1-മത്തേതും 3-മത്തേതും. 1-മത്തെ ഏതാണ്? മൂഷക വംശ കാവ്യം അതുലൻ. 3-മത്തെ ഏതാണ്? കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. 2. INC-ന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച പൂനെയിലായിരുന്നു. 3. INC-ന്റെ ആദ്യ സമ്മേളനം പങ്കെടുത്ത 72 പേരായിരുന്നു. 4. INC രണ്ടാം സമ്മേളനം നടന്ന മദ്രാസിലായിരുന്നു. ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? 1-മത്തേതും 4-മത്തേതും അല്ലെ? 1-മത്തെ ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. 4-മത്തെ ഏതാണ്? INC രണ്ടാം സമ്മേളനം നടന്ന മദ്രാസിലായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1-മത്തെ പ്രസ്താവന നോക്കാം. 1953 ഒക്ടോബർ 1-ന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 2-മത്തെ 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 3-മത്തെ പ്രസ്താവന 1953-ൽ നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി എസ്കേദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. 4. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 2, 3, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 1, 2, 4, ഓപ്ഷൻ ഡി 1, 2, 3, 4. ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 4. 1-മത്തേതും 2-മത്തേതും 4-മത്തെയും പ്രസ്താവനകളാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകള്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിൻ്റെ അകത്ത് ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1-മത്തെ പ്രസ്താവന നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 ആയിരുന്നു. 2-മത്തെ പ്രസ്താവന എന്താണ്? ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 3-മത്തെ പ്രസ്താവന പ്രാതിനിധ്യമില്ലാത്ത നികുതി അല്ല എന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. 4-മത്തെ ഏതാണ്? മൊണ്ടേസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തിനെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഓപ്ഷൻ എ 2, 4, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 1, 2, 3, 4, ഓപ്ഷൻ ഡി 2, 3, 4. ഏതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന? 1ഉം 3ഉമാണ് യോജിക്കാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ.
ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഒന്നാമത്തേത് UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. 2 ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേരാസ് ആണ്. 3 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. 4മത്തെ ഏതാണ്? മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികം ഐക്യരാഷ്ട്രസഭ 2022 ഡിസംബർ 10 ആഘോഷിച്ചു. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം SIAL എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം എന്നും സീമ എന്നും അറിയപ്പെടുന്നു. 2 ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. 3 ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. 4 മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തോസ്ഫിയർ എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഈ 4 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തേതും 4മത്തേതുമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവയിൽ ശരിയായ ജോഡി ഏത്? 4 ജോഡികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ജോഡി നോക്കാം. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങള്. രണ്ടാമത്തെ അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങള്. മൂന്നാമത്തെ സ്ട്രാറ്റോസ്ഫിയർ അറോറ. 4മത്തെ മിസോസ്ഫിയർ ഓസോൺ പാളി. അതിനകത്ത് ഏതൊക്കെയാണ് ശരിയായ ജോഡി? ഒന്നാമത്തെയും രണ്ടാമത്തെയും ശരിയായ ജോഡിയാണ് അല്ലേ. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങള്, രണ്ടാമത്തേതാണ് അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ. അപ്പോൾ 3ഉം 4ഉം തെറ്റാണ്. 1ഉം 2ഉം ശരിയായ ജോഡികളാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ജോഡി നോക്കാം അല്ലെ. ഒന്നാമത്തത് ഹിമാലയ മടക്കുപർവ്വതം. 2 വിന്ധ്യ സത്പുര അവശിഷ്ട പർവ്വതം. 3 ആരവല്ലി ഖണ്ഡപർവ്വതം. 4 ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഹിമാലയ മടക്കുപർവ്വതം അത് ശരിയായ ജോഡിയാണ്. 4മത്തെ ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം അതും ശരിയായ ജോഡികളാണ്. അപ്പോൾ ഒന്നാമത്തെയും 4മത്തെയുമാണ് ശരിയായ ജോഡി. 2ഉം 3ഉം തെറ്റായ ജോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം അല്ലെ. 1 അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. 2 ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. 3 പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു. 4 കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും 4മത്തേതും പ്രസ്താവന ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. 4 ജോഡികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ശരിയായ ജോഡി ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ജോഡി നോക്കാം അല്ലെ. ഒന്നാമത്തെ ജോഡി പോങ് ഡാം ചമ്പൽ. രണ്ടാമത്തെ മേട്ടൂർ ഡാം കാവേരി. 3മത്തെ തെഹരി ഡാം ഭാഗീരഥി നദി. 4 ജവഹർ സാഗർ ഡാം ബിയാസ്. അതിനകത്ത് ശരിയായ ജോഡി ഏതൊക്കെയാണ്? രണ്ടാമത്തേതും 3മത്തേതുമാണ് ശരിയായ ജോഡി. മേട്ടൂർ ഡാം കാവേരി. 3മത്തേതാണ് തെഹരി ഡാം ഭാഗീരഥി നദി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2ഉം 3ഉം ജോഡികളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 4 ജോഡികൾ ഇവിടെയും താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ജോഡി ഏതാണ്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. രണ്ടാമത്തെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. 3മത്തെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. 4 ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയല്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഒന്നാമത്തെ ശരിയായ ജോഡിയാണ് അല്ലെ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. രണ്ടാമത്തെ ജോഡി ഏതാണ്? കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. അതും ശരിയായ ജോഡിയാണ്. 4മത്തെ ജോഡിയും ശരിയാണ് അല്ലെ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയല്. അപ്പോൾ ഒന്നാമത്തേതും രണ്ടാമത്തേതും 4മത്തേതും ശരിയായ ജോഡികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 7/12/2022 പണനയ കമ്മിറ്റി തീരുമാനപ്രകാരം
താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ്? 7/12/2022 പണനയ കമ്മിറ്റി തീരുമാനപ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ്? ഓപ്ഷൻ എ ബാങ്ക് നിരക്കാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഉയർന്ന നിരക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. 2, ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. 3, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. അപ്പോൾ ഈ 3 പ്രസ്താവനയും ശരിയായ പ്രസ്താവനകളാണ്. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ദ്വിതീയ മേഖല സംഭാവന 30% കുറവാണ്. 3, ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്ന പ്രാഥമിക മേഖലയാണ്. അപ്പോൾ 3 പ്രസ്താവനയും ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകളാണ് താഴെ നൽകുന്നത്. 1, ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണ്. 2, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനയും ശരി ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന ശരിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കളുടെ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. ലിസ്റ്റ് 1-ല് എന്താണ്? ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ലിസ്റ്റിലോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് 1-ല് മയൂർഭഞ്ച്, ലിസ്റ്റ് 2-ല് എ കൽക്കരി, രണ്ടാമത്തെ കൊലാർ, ലിസ്റ്റ് 2 ബി ചെമ്പ്, 3 റാണിഗഞ്ച്, ലിസ്റ്റ് സി സ്വർണം, 4 മലഞ്ചുകെട്ട്, ലിസ്റ്റ് 2 ഡി ഇരുമ്പ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചേരുംപടി ചേർക്കുമ്പോൾ ശരിയായ ജോഡികൾ എങ്ങനെയാ വരുന്നത്? സി ഡി. അപ്പോൾ ഒന്നാമത്തേത് എങ്ങനെയായിരുന്നു? സി സ്വർണം, സി ഡി സി എ ബി. അപ്പോൾ ഒന്നാമത്തേത് ഡി, രണ്ടാമത്തേത് സി, മൂന്നാമത്തേത് എ, നാലാമത്തേത് ബി. ഒന്നാമത്തേത് ഡി എന്ന് പറയുമ്പോൾ മയൂർഭഞ്ച് ഡി ആണ്, ഇരുമ്പ്. രണ്ടാമത്തേത് കോലാറ് എവിടെയാണ്? സി സ്വർണമാണ് അല്ലെ, സി സ്വർണം. അടുത്തത് റാണിഗഞ്ച് 3, അതെവിടെയാണ്? എ എവിടെയാണ്? കൽക്കരി. അടുത്തത് മലഞ്ചുകെട്ട് അതെവിടെയാണ്? ബി ചെമ്പാണ് അല്ലെ. അപ്പോൾ ഒന്നാമത്തെ ഡി, രണ്ടാമത്തെ സി, മൂന്നാമത്തെ എ, നാലാമത്തെ ബി. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ശരിയായത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകളെ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. 2, സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. 3, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഈ 3 പ്രസ്താവനയും ശരിയായതാണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള താഴെ തന്നിട്ടുള്ള 3 പ്രസ്താവനയും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? അതായത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് 4 പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നത്. അതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 2. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങൾ തെരഞ്ഞെടുത്തു. 3. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 4. ഇന്ത്യൻ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായത്. 4ാമത്തെ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ശ്രീ സച്ചിദാനന്ദൻ. ശ്രീ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74ാം ഭേദഗതി. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74ാം ഭേദഗതി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര്? ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രസ്താവനയും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. 2. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. 3. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതാണ്? വോട്ടവകാശം. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കാത്ത ഒന്നാണ് വോട്ടവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരത്താണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് നമ്മുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം കേരളത്തില് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ് സ്ത്രീ പുരുഷാനുപാതം കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ഏതാണ്? ലൈഫ് മിഷൻ പദ്ധതി. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരാണ് ലൈഫ് മിഷൻ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏതാണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നത് ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത ഒരു മാനദണ്ഡമാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാട്. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് 1 ചെവിക്കുടയില്, 2 കശേരുകൾക്കിടയില്, 3 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, 4 നേസൽ സെപ്റ്റത്തിൽ. ഏതാണ് ശരി ഉത്തരം? 1 2 3 4. 4ഉം ശരിയാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഈ 4ഇടത്തും കാണുന്നുണ്ട് അല്ലെ. ചെവിക്കുടയില്, കശേരുകൾക്കിടയില്, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തില്. അപ്പോൾ ഈ 4ഇടത്തും മനുഷ്യ ശരീരത്തിലെ തരുണാസ്ഥികൾ കാണപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. COVID-19 കാരണമായ സൂക്ഷ്മജീവി. COVID-19 കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? വൈറസ് ആണ് അല്ലെ. വൈറസ് ആണ് COVID-19 കാരണമായ സൂക്ഷ്മജീവി. അടുത്ത ക്വസ്റ്റ്യൻ. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വാതകം. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വാതകം. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. 1 കോഴിക്കോട്, 2 തിരുവനന്തപുരം, 3 ഇടുക്കി, 4 കാസർഗോഡ്. അതെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലെ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോട്. കോഴിക്കോടാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? രക്തഗ്രൂപ്പ് ABക്ക് മാത്രം. അതായത് AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? രക്തഗ്രൂപ്പ് AB. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.